ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചുറ്റുപാടിലും വേസ്റ്റാക്കി കളയുന്ന നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റിൽ നിന്ന് ലക്ഷങ്ങൾ എങ്ങനെ സമ്പാദിക്കാമെന്ന് നോക്കിയാലോ. അതെ, നമ്മൾ ചുറ്റും ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് വേസ്റ്റാക്കി കളയുന്ന പലരും വേസ്റ്റാക്കി കളയുന്ന നമ്മുടെ ഉപയോഗിച്ച മുട്ടയുടെ തോട്, എക്സൽ, അതിൻ്റെ പൗഡർ, ഡൊമസ്റ്റിക്കിലും ഇന്റർനാഷണലിലും ഒക്കെ ഹൈ വാല്യൂ ഉള്ള അതിൻ്റെ ഒരു പൗഡറിൻ്റെ ബിസിനസിനെ കുറിച്ച് നോക്കിയാലോ. യെസ്, വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. 100 മാനുഫാക്ചറിംഗ് ബിസിനസ് ആശയങ്ങൾ 52ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സലിൻ്റെ മുട്ടത്തോടിൻ്റെ പൗഡർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈ മുട്ടയുടെ പൗഡറിൽ നിന്നാണ് പൗഡർ കൊണ്ട് നമ്മുടെ ഈ വളം, ഓർഗാനിക് ഫെർട്ടിലൈസർ, അതേപോലെ തന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റ്, അതേപോലെ തന്നെ കോസ്മെറ്റിക് പ്രോഡക്റ്റ്, പിന്നെ കാൽസ്യം സപ്ലിമെന്റ്, കുട്ടികൾക്കും അങ്ങനെ ഈ ഇതിനൊക്കെ തളർച്ചയും അതേപോലെ തന്നെ വിലക്കുറവൊക്കെ ഉള്ളവർക്ക് കൊടുക്കുന്ന കാൽസ്യം സപ്ലിമെന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഫാമുകളിലേക്കുള്ള പോൾട്രി ഫീഡ്, അതായത് കോഴി ഫാം, നമ്മുടെ ഫാമുകളിലേക്കുള്ള പോൾട്രി ഫീഡ്, ഇങ്ങനെ എല്ലാ ലെവലും പല ആപ്ലിക്കേഷനിലും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ എത്ര പേർക്ക് അറിയാം? അതെ, വളരെ ഡിമാൻഡാണ് ഈ ഒരു പ്രോഡക്റ്റിന് ഉള്ളത്. ഇതിനാണ് റെഡിലി ബയേഴ്സ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നമുക്ക് റെഡിലി ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതുപോലത്തെ കമ്പനികൾക്ക് B2B ആയിട്ടുള്ള ഇതുകൊണ്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ വളരെ കുറവാണ്. ഇതിപ്പോൾ തുടങ്ങിയ ആളുകൾ നല്ല റൈറ്റ് ചാൻസ് ആണ് കേരളത്തിൽ. ഓക്കെ, അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ്? ഇത് വളരെ ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഇത് നമുക്ക് ഒരു 20,000 തൊട്ട് 1 lakh rupees ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ ചെറിയൊരു സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സ്മോൾ സ്കെയിൽ ആണെങ്കിൽ 20,000 40,000 ഇടയിൽ, മിഡിൽ സ്കെയിൽ 60,000 1 ലക്ഷത്തിലേക്ക് മതി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇതിന് വേണ്ട മെഷീനറീസും ടൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് വേണ്ടത് ഒന്ന് ബോയിൽ ചെയ്യാനുള്ളൊരു സാധാരണ നമ്മുടെ ഒരു പാത്രം, വലിയൊരു പാത്രം, അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് സെറ്റപ്പ്, പിന്നെ നമുക്കൊരു ഗ്രൈൻഡർ, പിന്നെ നമുക്ക് ഡ്രൈ ചെയ്യാനുള്ള ഡ്രയർ, പിന്നെ അരിച്ചൽ കരിപ്പ, അതായത് സീവിംഗ് നെറ്റ്, പിന്നെ നമുക്ക് വ്യത്യസ്തമായ പാക്കുകളിലേക്ക് ബൾക്ക് പാക്കിംഗ്, അതുപോലെ തന്നെ ചെറിയ സ്മോൾ പാക്കിംഗ് ഒരു പാക്കിംഗ് സെറ്റപ്പ്. ഇത്രയാണ് നമുക്ക് ഇതിനുവേണ്ടി മെഷീനറീസ് ടൂൾസ്. ഇത് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് കിട്ടും. മുട്ടയുടെ തോടുന്ന ഒറ്റ പ്രോഡക്റ്റ് അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്കറിയാം ഹോട്ടൽസ്, ബേക്കറികൾ, അതേപോലെ തന്നെ ഫാം, പിന്നെ റെസ്റ്റോറൻറ്റ്, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നിത്യേന അവർ ഒഴിവാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ മുട്ടയുടെ തോട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അത് കൂടാതെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്യണമെങ്കിൽ ഇന്ത്യ മാർട്ട് ജസ്റ്റ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് ഇത് കളക്ട് ചെയ്യുന്ന ആളുകൾ അവരുടെ നിന്നും വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് ഇത് നമ്മൾ വാഷ് ചെയ്ത് ബോയിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈ ചെയ്യാനുള്ളതാണ്. സൺ ഡ്രൈ ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ചും കൂടെ ക്വാളിറ്റി നല്ലത് നമ്മുടെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സോളാർ പവർ ഡ്രയർ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, ക്വാളിറ്റി കുറച്ചും കൂടെ കൂടും. പിന്നെ സെക്കൻഡ് സ്റ്റേജ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അൾട്രാ ഫൈൻ പൗഡർ ആയിട്ട് ഒരു ഗ്രൈൻഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഗ്രൈൻഡർ ചെറിയ സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് സാധാ ചെറിയ ഗ്രൈൻഡർ മതി. നമ്മൾ വലിയ ലെവലിലേക്ക് പോകുമ്പോൾ ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യലൈസ് ആയിട്ടുള്ള ഹെവി ഡ്യൂട്ടി ഗ്രൈൻഡേഴ്സ് അവൈലബിൾ ആണ്. ലെവലിലേക്ക് പോകാം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് പാക്ക് ചെയ്തുകൊണ്ട് ലേബൽ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് പോകും. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ സെറ്റപ്പ്. അതിന് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് നമുക്ക് ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ്, അതുപോലെ അഗ്രികൾച്ചർ പേജ്, ആയുർവേദ സപ്ലൈസ്, ഈ മരുന്നുണ്ടാക്കുന്ന കമ്പനികൾ, അവരുടെ നമ്പേഴ്സ് നമുക്ക് ഡയറക്റ്റ് അവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അതിന് ഇന്ത്യ മാർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ B2B ആയിട്ട് സാധനം എടുക്കുന്ന ആളുകളുണ്ടാവും. മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇന്ത്യ മാർട്ട്, ഇതിലെല്ലാം പോയിട്ട് ആ രീതിയിൽ നമുക്ക് ഈ ഒരു സംഭവത്തിന് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പോർട്ടിംഗ് നല്ല സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റാണ്. പിന്നെ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് 150 ഒരു മുട്ടയുടെ തോടക്കുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയത് ഒരു കിലോ പൗഡർ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ 600 to 700 ഗ്രാം പൗഡറാണ് നമുക്ക് 1 kg കിട്ടുക. അപ്പോൾ 150 ഉണ്ടെങ്കിൽ നമുക്ക് 1 കിലോയുടെ പൗഡർ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 300 തൊട്ട് 500 രൂപ വരെയാണ് ഇതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ ഒരു 40 to 60% മാർജിനുള്ള ഒരു മേഖലയാണ്. അപ്പോൾ മന്ത്ലി പ്രോഫിറ്റ് നമുക്ക് ഈസിലി ഒരു 1 lakh എത്തിക്കാൻ ഒരു പ്രയാസമില്ലാത്തൊരു ബിസിനസ്. സ്കേലബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബ്രാൻഡ് ബില്ല് നമുക്ക് ചെയ്യാൻ പറ്റും. എക്സ്പോർട്ടിംഗ് ലെവലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അഗ്രികൾച്ചർ ലെവലിൽ, ബ്യൂട്ടി, കോസ്മെറ്റിക് സെഗ്മെന്റിൽ, അതുപോലെ അങ്ങനെയുള്ള ലെവലൊക്കെ നമുക്ക് കവർ ചെയ്തുകൊണ്ട് അതിനൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ബിസിനസ് ആശയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കുക. അതുപോലെ ഈ ബിസിനസിന്റെ ഗൈഡിന് വേണ്ടിയിട്ട് PG എന്ന് കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ, ഇതുപോലെ മാനുഫാക്ചറിംഗ് ബിസിനസ് ആശയങ്ങൾക്കും സ്റ്റാർട്ടപ്പ് സപ്പോർട്ടുകൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.